വല്ലാത്ത ദുരന്ത കാഴ്ചയാണ് നമ്മൾ കരൂരിലെ സർക്കാർ ആശുപത്രിയിൽ നിന്ന് കാണുന്നത്. ഇന്നലെ വിജയോടുള്ള ആരാധന മൂത്ത് അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തോടുള്ള അഭിനിവേശം കൊണ്ടൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഇത്രയും അധികം ആളുകൾ അങ്ങോട്ടേക്ക് ഒഴുകി ചെന്നത്. കുട്ടികളുമൊക്കെ അങ്ങോട്ടേക്ക് എത്തിയവരും നിരവധിയുണ്ട്. കുഞ്ഞുങ്ങളെയും കൊണ്ട് അങ്ങോട്ടേക്ക് ആ തിരക്കിലേക്ക് പോകണമായിരുന്നു എന്ന ചോദ്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും സങ്കടത്തിൽ പലരുടെയും നിർവികാരത ദിലീഷ് ശ്രദ്ധിച്ചോ. കരഞ്ഞ് കണ്ണീരൊക്കെ വറ്റി ഇനി അതൊരു നിലവിളിക്ക് പകരം കാര്യം പറഞ്ഞ് അല്ലേ പാരാദൂരം പറഞ്ഞുള്ളൊരു പ്രതികരണമായി മാറുകയാണ്. പല അമ്മമാരും പെട്ടെന്നൊരൊറ്റ നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു പോയതാണ് ഈ ഒരു തിക്കിലും തിരക്കിലും പെട്ട്. പിന്നെ അതൊരു വല്ലാത്ത ഹൃദയഭേദകമായ കാഴ്ചയാണ്. ഇനി ആരൊക്കെ എന്തൊക്കെ അനുശോചനങ്ങൾ അർപ്പിച്ചാലും തിരികെ വരാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള അമ്മമാരുടെ കരച്ചിൽ അത് സഹിക്കാനേ കഴിയുന്നതല്ല. 51 പേർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. അതിൽ 17 പേരുടെ നില ഗുരുതരമെന്നാണ്. അവരും വേഗത്തിൽ അവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് ആളുകൾ കാത്തു നിൽക്കുന്നത്. എല്ലാവരെയും കണ്ണീരണിഞ്ഞ് അവിടെ നിൽക്കുകയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ടവർ ഇന്നലെ വൈകിട്ട് വരെ ആഘോഷപൂർവ്വം ആനന്ദപൂർവ്വം നമുക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ നിശ്ചലരായി ജീവനറ്റ ശരീരങ്ങളായി തങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ അത് എങ്ങനെ സ്വീകരിക്കണമെന്ന് പോലും അറിയാത്ത വല്ലാത്ത വേദനയിലാണ്. അതേസമയമാണ് വിജയ് ഇപ്പോഴും ചെന്നൈയിലെ വീട്ടിൽ തുടരുന്നുവെന്ന വിവരം. വിജയ് ഇന്ന് കരൂരിലേക്ക് എത്തുമോ, ഏതെങ്കിലും വിധത്തിൽ ഈ ജീവഹാനി നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങളിലേക്ക് എത്താനുള്ള സാധ്യതകളുണ്ടോ എന്നൊക്കെ വിവരങ്ങൾ തേടുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഔദ്യോഗികമായൊരു പ്രതികരണവും TVKയുടെ ഭാഗത്തുനിന്ന്, വിജയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് നേതൃസ്ഥാനത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നതുകൂടി ഖേദകരമാണ്. ஐடென்டிஃபை பண்ணதா வேண்டாம். என்ன அவர் இன்ஜினியராக இருக்காரு. இந்த விஜய் ஃபங்க்ஷனுக்கு போனால எப்படி இறந்தாருன்னு தெரியல. எங்களுக்கு வந்து இங்கிருந்து சொல்லி தான் எங்களுக்கு தெரியும் இந்த மாதிரி வந்திருக்காங்க அப்படின்னு. அவர் விஜய் ஃபேன்லாம் இல்லை, அவர் சிவில் இன்ஜினியர். அவர் விஜய் ஃபேனுன்னு இல்லை. அவங்க வீடு வந்து எங்கள் ஒரு 1 கிலோமீட்டர் தூரத்தில் தான் இருக்கு. அவங்க அந்த ஸ்டேஜுக்கும் எங்கள் வீட்டுக்கும். ஆமாம், அதனால போய் பார்த்துருக்காரு சும்மா இருக்கேன்னு அப்படின்னு. ഹൃദയത്തിലെ വിങ്ങൽ എത്രത്തോളം ആ മനുഷ്യന്റെ കണ്ണുകളിൽ നിഴലിക്കുന്നുണ്ട്. സഹോദരിയുടെ മകനാണ്, എഞ്ചിനീയറാണ്, വലിയ ആരാധകനൊന്നുമല്ല എങ്കിലും അങ്ങോട്ടേക്ക് കൗതുകത്തിന്റെ പുറത്ത് എത്തിയതായിരിക്കാം എന്ന് കരുതുന്നു. അങ്ങനെയും എത്തിയ നിരവധി പേരുണ്ടായിരുന്നു. ദിവിഷ്, മറ്റൊരു കാര്യം, പോലീസ് പെട്ടെന്ന് ഇത്രയും അധികം ആൾക്കാർ വന്നു ചേരുകയായിരുന്നിരിക്കുന്നു. അതങ്ങനെ വളരെ പതിയെ ആൾക്കൂട്ടം കൂടി വന്നു. അതെ, അത്രയും അധികം നേരമായി ആശുപത്രിക്ക് പുറത്തെ തത്സമയ ദൃശ്യമാണ്. സങ്കടകരമാണ് ഈ കാഴ്ചകൾ രാവിലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നത്. പക്ഷേ ഉണ്ടായ ദുരന്തത്തിൻ്റെ ആഴം ഇത്രത്തോളമാണ്. അത് വല്ലാതെ വേദനിപ്പിക്കുന്നതാണ്. രാഷ്ട്രീയപരമായി നമ്മളിനി ഈ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ ഇതിൻ്റെ ഒരു ആഘാതത്തിൽ നിന്നെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് എന്ത് നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നു, പോലീസ് അന്വേഷണം, ജുഡീഷ്യൽ അന്വേഷണം, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്ത് പ്രതികരണം, ഇതിന് വഴിവെച്ച TVKയുടെ ഭാഗത്തുനിന്ന്, വിജയുടെ ഭാഗത്തുനിന്ന് എന്ത് പ്രതികരണം, ഇതൊക്കെയാണ് അടുത്ത മണിക്കൂറുകൾ അറിയാനിരിക്കുന്നത്. അത് അവിടുത്തെ മാധ്യമപ്രവർത്തകരുമൊക്കെ കൃത്യമായി അതിൻ്റെ പ്രതികരണങ്ങൾ തേടുകയാണ്. പക്ഷേ